ഒരു പരിപാടിയില്ല, അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും. കുറച്ച് ദിവസം ഇങ്ങനെ ആയപ്പോൾ കൂടെയുള്ള പരിചാരകൻ ചോദിച്ചു, മഹാനവർകളെ എന്തിനാ ഈ അങ്ങാടി പോണത്, എന്താ സംഗതി? അങ്ങാടിയിലേക്കാണ് ഇറങ്ങുമ്പോൾ ഇവിടുന്നാണ്ട് ഇറങ്ങുന്ന സമയത്ത് മൂന്നാളെ കണ്ടു, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇങ്ങോട്ട് എത്ര ആള്? നിങ്ങൾ ആ മലയാളി സലാമിൽ നിൽക്കുകയുള്ളൂ, അതാണുള്ള പ്രശ്നം. അസ്സലാമു അലൈക്കും, അലൈക്കും സലാം, ഇങ്ങനെ നിൽക്കാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഞാനിപ്പോൾ ആകെ ഒറ്റ സലാം പറഞ്ഞിട്ടുള്ളൂ അങ്ങോട്ട്. നിങ്ങൾ ഇങ്ങോട്ട് എത്ര ആളാണ്? നിങ്ങൾ ഇങ്ങോട്ട് 150 150 ആൾ ഒന്നിച്ച് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഇതിന്റെ സമ്പാദ്യം എത്രയാണ്? നമ്മൾ അങ്ങോട്ട് സലാം പറയുമ്പോൾ 2 മലക്കുകൾ കൂടെ ഉണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് സലാം പറയുമ്പോൾ നിങ്ങൾ 150 പേരാണ്. 150 മുഅ്മിനീങ്ങളൊപ്പം എത്ര മലക്കുകളുണ്ട്? 300 മലക്കുകളുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ സലാം പറയുമ്പോൾ മലക്കുകൾ സലാം പറയില്ലേ? നമ്മൾ ആമീൻ പറയുമ്പോൾ മലക്കുകൾ ആമീൻ പറയില്ലേ? അപ്പൊ ഞാൻ നാളെ നിങ്ങളോട് പറഞ്ഞു, മലക്കുകളുടെ കൂട്ടത്തിൽ ഒറ്റ വഹാബികളില്ല. അതറിയില്ലെങ്കിൽ അതുകൊണ്ട് അവരൊക്കെ നമ്മളപ്പോ ഓതാൻ വിഷയത്തിനൊക്കെ റെഡിയാണ്. ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ, അത് കേട്ടണോ? ആ മലക്ക് വഹാബിയാണല്ലോ, ഇതുവരെ കേട്ടിക്കണം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മാർക്കറ്റിലേക്ക് പോകുമ്പോഴാണ്ട് ഇറങ്ങുമ്പോൾ 3 ആളെ കണ്ടു. അവരോട് അസ്സലാമു അലൈക്കും, അവർ 3 ആളും അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഒരു 10 ആളുണ്ട് അവിടെ കൂടി നിൽക്കണേ, അസ്സലാമു അലൈക്കും. അവർ 10 ആളും കൂടി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ അവിടെ ഉണ്ട് വലിയൊരു സംഘം അങ്ങാടിയിൽ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അവരെല്ലാവരും കൂടി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഒരൊറ്റ ദിവസം അസർ കഴിഞ്ഞിട്ട് മഗ്‌രിബിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് നടന്നു വരുമ്പോഴേക്ക് എത്രായിരം വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. സ്വഹാബാക്കൾ അതൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടെ. എന്തേ? നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നിങ്ങൾക്ക് പരസ്പരം ഹുബ്ബ് തഹാബബത്തും, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് മഹബത്ത് വെക്കണോ? അഫ്ശു സലാമ ബൈനക്കും. അതാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സിദ്ദീഖ് തങ്ങൾക്ക് 3 കാര്യം ഇഷ്ടപ്പെട്ടു, ഉമർ ഖത്താബ് തങ്ങൾക്ക് 3 കാര്യം ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഹുബ്ബ ഇലയ്യ മിനദ് ദുനിയാ സലാസ്, ഭൂമിയിൽ എനിക്കും ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ട്. ഒന്ന് ഇഫ്ശാഉസ് സലാം, ഒന്നതാണ് സലാമിനെ പരത്തുക. അറിയുന്നവർക്കും അറിയാത്തവർക്കും നിങ്ങൾ അസ്സലാമു അലൈക്കും പറയണേ. ഇത് വല്ലാത്ത ഒരു പ്രത്യേകതയുള്ളതാണ്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷെ പറയുമ്പോൾ അത് സലാമായിട്ട് പറയണം. സലാലേ സലാം അലൈക്കോ അല്ലാഹു റബ്ബി. ഇപ്പൊ പുതിയതായിട്ട് പെണ്ണുങ്ങളും ആണുങ്ങൾക്ക് സലാം പറയൽ തുടങ്ങിയത്. ഇതിപ്പോ ഈ മൊബൈൽ ഫോൺ വന്നപ്പോഴാണ് ഇത് കുറച്ച് കൂടിയത് അല്ലേ? ചിലപ്പോൾ നമ്മൾ കുടുങ്ങിപ്പോവും. ചിലപ്പോൾ ചില ഫോണൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് സലാം പറഞ്ഞത് ആരായിരിക്കും? ഒരു സ്ത്രീ ആയിരിക്കും. സൗണ്ട് കൂടി നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അന്യ പുരുഷന്മാർക്ക് അന്യ സ്ത്രീ ഒരിക്കലും സലാം പറയരുത്. ശ്രദ്ധിക്കണം അത് സഹോദരിമാരൊക്കെ. അള്ളാഹു ഖൈർ നൽകട്ടെ. അപ്പൊ അതിലേക്കാണ് കടന്നാൽ പിന്നെ ആ സലാമിന്റെ മസ്അല മാത്രമായി പോകും. അള്ളാഹു ഖൈർ നൽകണേ. അള്ളാഹ് മസ്അല മാത്രം പറഞ്ഞൊരു വേറൊരു ഇതിപ്പോ ഹുബ്ബുൻ നബിയാണ്. അള്ളാഹു കബൂലാക്കട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി അഫ്ശു സലാമ ബൈനക്കും. അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് ഹുബ്ബ ഇലയ്യ മിനദ് ദുനിയാ സലാസ്, ഇഫ്ശാഉസ് സലാം, ഒന്ന് സലാമിനെ പരത്തുക. രണ്ടാമത്തതോ ഇത്ആമു ത്വആം. ഏറ്റവും കൂടുതൽ ഖുർആനും പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്ആമു ത്വആം. വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. നമ്മളെ കയ്യിലുള്ള ഒരു ഭക്ഷണം ഒരാൾക്കും കൂടി കൊടുത്തുകൊണ്ട് കഴിക്കാനുള്ളൊരു തൗഫീഖ് അല്ലാഹ് തരട്ടെ. നമ്മൾ വീട്ടിലിങ്ങനെ ഭക്ഷണം കഴിച്ചിരിക്കുക, അപ്പോൾ ഒരാൾ ബെല്ലടിച്ചാൽ നമുക്ക് വരാൻ കണ്ട നേരാണ്, ഈ കണ്ട സമയമൊക്കെ ഉണ്ടായിട്ട് ഇപ്പോഴാ യാ അല്ലാഹ് കബീർ സാഹബ് അപ്പം അള്ളാഹു ഖൈർ തരട്ടെ. അപ്പോൾ നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ വന്ന് കിട്ടിയാൽ അത് വല്ലാത്ത സംഗതിയാണ്. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കൽ പോലും ഒറ്റക്ക് ഭക്ഷണം കഴിക്കാറില്ല. യാ റബ്ബ്, എപ്പോഴും വിരുന്നുകാരാണ് ഇബ്രാഹിം നബിക്ക്. ഒരിക്കൽ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ കൂടെ വിരുന്നുകാരാരില്ല. മൂപ്പർ അങ്ങാടിയിൽ ഇറങ്ങി. ആരെങ്കിലും ഒരാളെ ഭക്ഷണത്തിന് കിട്ടിയിട്ട് നമ്മുടെ കയ്യിൽ അല്ലാഹു തആല തന്നിരിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും കൊടുക്കാൻ സാധിക്കുക.
പഴയ കാലത്ത് നമ്മുടെയൊക്കെ നാട്ടിൽ എല്ലാ വീട്ടിലും കോഴിനെ വളർത്തും. എന്തുകൊണ്ട്? നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു ഓഹരി ഒരു മിണ്ടാപ്രാണിക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിന് ബർക്കത്തുണ്ടാക്കുക. എല്ലാ വീടുകളിലും ആടിനെ വളർത്തും, ഒരു മിണ്ടാപ്രാണിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൻ്റെതായ ബർക്കത്തുണ്ടാവുക. പശുവിനെ വളർത്തും, അങ്ങനെ ജീവിക്ക് ഭക്ഷണം കൊടുക്കുക, ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. യാ റബ്ബ് യാ റബ്ബ്. ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിനെ മഖാമ് സിയാറത്ത് ചെയ്യാൻ ഇപ്പോഴും പോയാൽ നമുക്ക് കാണാൻ പറ്റും. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു മഖാമിന്റെ ചുറ്റുഭാഗത്തുള്ള ചുറ്റുമതിൽ, അത് ബഹുമാനപ്പെട്ടവരെ വീടിന്റെ ആ ചുറ്റുമതിലിന്റെ ഇടക്കിടക്ക് ഇങ്ങനെ ഈ ഫില്ലർ ഉണ്ടാവുമല്ലോ, ആ പില്ലറിന്റെ ഇടക്ക് ഓരോന്നിന്റെ മുകളിലും ഇങ്ങനെ പാത്രം, ഉയരത്തിൽ ഇങ്ങനെ പാത്രം വെച്ചിട്ടുണ്ടാവും, വെള്ളം നിറച്ചിട്ട്. എന്താണത്? ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ആകാശത്ത് കൂടെ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികൾ താഴോട്ട് നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ കാണാൻ വേണ്ടി ഉയരമുള്ള പോസ്റ്റ് വെച്ചിട്ട് അതിലിങ്ങനെ ബഹുമാനപ്പെട്ടവർ വെള്ളം നിറച്ചു വെക്കും. എന്തിന്? മുകളിലൂടെ പറക്കുന്ന പക്ഷികൾക്ക് ദാഹിക്കുമ്പോൾ ആ പക്ഷികൾ വന്ന് ദാഹം തീർക്കട്ടെ. കുടിവെള്ളം അള്ളാഹു തആല തന്നതാണ്. അള്ളാഹു എൻ്റെ കയ്യിൽ തന്ന നിഅമത്ത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും കൊടുത്തുകൊണ്ട് ബറക്കത്ത് ലഭിക്കട്ടെ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അസർ നിസ്കരിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും മദീനയുടെ ഭാഗത്തേക്ക്. എന്താണത്? ആ ഭാഗത്തുനിന്ന് പറന്നു വരുന്ന പക്ഷികളുണ്ട്. രാവിലെ ഇവിടുന്ന് പക്ഷികൾ ഇങ്ങനെ രാവിലെ അങ്ങോട്ട് പോകും. യമുറൂന ബിദ്ദഹ്നാ ഖിഫാഫൻ ഇയാബുഹും, മെലിഞ്ഞൊട്ടിയിട്ട് വയറൊക്കെ ഒട്ടിയിട്ട് രാവിലെ അങ്ങോട്ട് പോകാൻ. അതേ സമയത്ത് തിരിച്ചവർ വരുന്നത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വയറ് നിറച്ചിട്ട് തേടി വരികയാണ്. അപ്പോ ആ ഭാഗത്തുനിന്ന് വരുന്ന പക്ഷികളെ ഇങ്ങനെ നോക്കിയിട്ട് ബഹുമാനപ്പെട്ടവരിങ്ങനെ കാത്തു നിൽക്കും. ആ വരുന്ന പക്ഷികൾ ദൂരെ നിന്ന് പറന്നു വരുമ്പോൾ അവർ മുത്തുനബിന്റെ മദീനയിലൂടെ പറന്നു വരുന്നവരല്ലേ? അങ്ങനെയാണെങ്കിൽ ആ പക്ഷിയുടെ കണ്ണുകൊണ്ട് റസൂലുള്ളാഹിന്റെ പച്ച കുബ്ബ കണ്ടിട്ടുണ്ടാകൂലേ? അല്ലാഹു റബ്ബി, ആ പക്ഷികൾ മദീനത്തെ മണൽത്തരിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പക്ഷിയുടെ കാലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണൽത്തരി നമ്മുടെ നാട്ടിൽ കിട്ടിയാൽ നമ്മുടെ നാട് രക്ഷപ്പെടൂലേ? അതാണ് അവരെ മഹബത്ത്. അല്ലാഹു റബ്ബി. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ആ പക്ഷിയെ പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ചുംബിക്കും. ഇത് മുത്തുനബിന്റെ നാട്ടിൽ കൂടെ പറന്നു വന്ന പക്ഷിയല്ലേ? മഹബത്ത് എന്ന് പറയുന്നത് അതിരില്ലാത്ത സംഗതിയാണത്. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഹബീബുനാ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മഹബത്ത് വെച്ചുകൊണ്ട് ഹുബ്ബൈലയ്യ മിനദ്ദുനിയാ സലാസ് എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ബഹുമാനപ്പെട്ടവർക്ക് ഏറ്റവും മഹബത്ത് ഏതാണ്? തുആം. ബഹുമാനപ്പെട്ടവർ പറയാം, എൻ്റെ ഭക്ഷണം കുറേ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുക, അതൊരു വല്ലാത്ത സംഗതിയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ മുത്തുനബിനെ ബഹുമാനിച്ചുകൊണ്ട് എന്താ ചെയ്യണത്? 5000 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. അള്ളാഹുവിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഭക്ഷണം എങ്ങനെ കൊടുക്കണം? മഹബത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണം. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. രണ്ടാമത്തെ കാര്യം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യമാണ് തുആം. മൂന്നാമത്തെ കാര്യം ഏതാണ്? ഇഫ്ശാഉസ് സലാം വ ഇത്ആമു തുആം. മൂന്നാമത്തെ കാര്യം എന്താണ്? ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സുബ്ഹാന ജല്ല ജലാലു 3 കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുണ്ട്. ഒന്ന് ഇഫ്ശാഉസ് സലാം, മറ്റൊന്ന് ഇത്ആമു തുആം, മൂന്നാമത്തെ കാര്യം വസ്സലാത്തു ബില്ലൈൽ വന്നാസു നിയാം. എല്ലാവരും ഉറക്കത്തിന്റെ മഴക്കത്തിലാണ്, എല്ലാവരും നിശയുടെ നിദ്രയിലാണ്. പക്ഷികളും പറവകളും ഒക്കെ ഉറങ്ങിപ്പോയി, കാട്ടുജീവജാലങ്ങളൊക്കെ ഉറങ്ങിപ്പോയി, വൃക്ഷത്തിന്റെ ഇലകളൊന്നും അനങ്ങുന്നില്ല. എല്ലാവരും ഉറക്കത്തിന്റെ മഴക്കത്തിൽ കഴിയുമ്പോൾ ആ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കുക. അതാണ് എനിക്ക് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ മഖാമ് സിയാറത്ത് ചെയ്യുമ്പോൾ അവിടെ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ചരിത്രം. എന്താണത്? റാബിഅത്ത് റളിയല്ലാഹു അൻഹാ എല്ലാ ദിവസവും എല്ലാ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ റാബിഅ റളിയല്ലാഹു അൻഹ എഴുന്നേറ്റിട്ട് വുളൂ ചെയ്തു. ബഹുമാനപ്പെട്ട മഹദി അള്ളാഹുവിനോട് നിസ്കരിച്ചുകൊണ്ട് അങ്ങനെ ദുആ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്താണ് ദുആ? പടച്ചവനെ, മുതലാളിമാരെ വാതിലടച്ചു, അള്ളാഹുവെ രാജാക്കന്മാരെ വാതിലടച്ചു, അള്ളാഹുവെ കച്ചവടപ്പീടികയുടെ കടകളൊക്കെ അടച്ചു, അള്ളാഹുവെ പട്ടണങ്ങളൊക്കെ അടച്ചു, എല്ലാവരും ഉറക്കത്തിന്റെ മഴക്കത്തിലാണ്. അല്ലാഹ്, എല്ലാവരുടെ വാതിലും അടഞ്ഞു കിടക്കുമ്പോൾ നിന്റെ റഹ്മത്തിന്റെ വാതിൽ അടച്ചിട്ടില്ലല്ലോ,
നിന്റെ മഗ്ഫിറത്തിന്റെ വാതിൽ അടച്ചിട്ടില്ലല്ലോ, നിന്റെ തൗബയുടെ വാതിൽ അടച്ചിട്ടില്ലല്ലോ അല്ലാ. പാതിരാവിന്റെ കൂരിരുട്ടിൽ എല്ലാവരും ചെറ്റക്കുടിലും കൊട്ടാരങ്ങളും ഒക്കെ അടഞ്ഞു കിടക്കുകയാണ്. റബ്ബേ, നിന്റെ റഹ്മത്തിന്റെ വാതിൽ അടഞ്ഞിട്ടില്ലല്ലോ. ഈ പാപിയായ പെണ്ണ് ഈ പാതിരാവിന്റെ കൂരിരുട്ടിൽ ഇതാ നിന്റെ റഹ്മത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്നു. ബഹുമാനപ്പെട്ട റാബിഅത്ത് റളിയല്ലാഹു അൻഹ അള്ളാഹുവിനോട് പാതിരാ സമയത്ത് ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം, ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ അതാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അജബൽ ലിൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. എങ്ങനെ ഉറങ്ങും? റാബിഅത്ത് റളിയല്ലാഹു അൻഹ പടച്ചവനോട്, റബ്ബേ, എല്ലാവരുടെ വാതിലും അടഞ്ഞു കിടക്കുമ്പോഴും റഹ്മത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടതല്ലേ, മഗ്ഫിറത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടതല്ലേ, നിന്റെ വാതിൽക്കൽ ഇതാ ഒരു പാപിയായ പെണ്ണ് നിൽക്കുന്നു അല്ലാ. രാത്രി സമയം നാം ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട റാബിഅ റളിയല്ലാഹു അൻഹാ, അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വസ്സലാത്തു ബില്ലൈൽ വന്നാസു നിയാം. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുക. മൂന്നായോ? ഫജലസ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇരുന്നപ്പോൾ ഫഖാമ ഫീഹിം സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്. ബഹുമാനപ്പെട്ടവർ ഇരുന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. ഫഖാല ഹുബ്ബിബ ഇലയ്യ മിനദ് ദുനിയാ സലാസ്. അല്ലാഹുവേ, മുത്തുനബിയോട് പറഞ്ഞു, നബിയെ, ഭൂമിയിൽ എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ട്, എനിക്കും ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ട്. ഫഖാല മിസ്ല മാ ഖാല സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ആരും പറഞ്ഞത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതേതാ 3 കാര്യം? നറുക്കെടുപ്പിൽ കിട്ടണമെങ്കിൽ പഠിച്ചു വെച്ചോളി. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, ഇഫ്ശാഉസ് സലാം, കൂടുതൽ ആളുകൾക്ക് സലാം പരത്തുക, അല്ലേ, മഹബ്ബത്ത് വർദ്ധിക്കും. അതേപോലെ തന്നെ ഇത്ആമു ത്വആം വസ്സലാത്തു ബില്ലൈൽ വന്നാസു നിയാം, അത് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹു ഇരുന്നു. അലി റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളതെന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹു ഇരുന്നപ്പോൾ അകാബിറു സ്വഹാബത്ത് ഖുലഫാഉർ റാഷിദീങ്ങളായി പിന്നീട് അറിയപ്പെട്ട 4 മഹാന്മാരും അവിടെ ചർച്ച അവതരിപ്പിച്ചു. 4 ആളും അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഫഖാമ ഫീഹിം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസ്. നിങ്ങൾ ഈ ദുനിയാവിൽ, റസൂലുള്ളാഹിന്റെ ഭാഷ അങ്ങനെയാണ്, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസ്, നിങ്ങൾ ഈ ദുനിയാവിൽ എനിക്കും ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ട്. നിങ്ങളുടെ ഈ ദുനിയാവിൽ എനിക്കും ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ട്. ഒന്ന്, നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അത്തീബ്, സുഗന്ധദ്രവ്യങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. അതാണല്ലോ, അറബികളൊക്കെയാണ് ഈ സുഗന്ധങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത്, അല്ലേ? അത്തറും മറ്റേ ഊതും ഒക്കെ അധികം ഉണ്ടാകുന്നത് എവിടെ? ആ പുകയിച്ചണ സാധനങ്ങളൊക്കെ എവിടെ കൂടുതൽ ഉണ്ടാകുന്നത്? നമ്മളെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമ്മളെവിടെയെങ്കിലും പുകയിലുണ്ടോ? നമ്മളവിടെ തെങ്ങിന്റെ ഓല പുകയും അടുപ്പില്. വേറെ അല്ലാഹു റബ്ബി, അറബികൾ കണ്ടെങ്കിൽ ഇഷ്ടം പോലെ തീബ് ഉപയോഗിക്കും. തീബ്, നിങ്ങളെ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അത്തീബ്, ഒന്ന് സുഗന്ധദ്രവ്യം എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ഒരാൾക്ക് സമ്മാനം കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല സമ്മാനമാണ്. അല്ലാഹു റബ്ബി, അറബികൾക്കൊക്കെ സമ്മാനം കൊടുക്കുമ്പോണ്ടല്ലോ, ചെറിയൊരു ഊതിന്റെ ചെറിയൊരു പെട്ടി ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് അറിയാലോ പോയി നല്ലപോലെ, അല്ലേ? അല്ലാഹു റബ്ബി, ഞാനങ്ങനെ ഊതിന്റെ പെട്ടി കൊടുത്തിട്ട് പടച്ചോന്റെ സഹായത്താൽ 94 പള്ളി നിലമ്പൂരിലുണ്ടാക്കി. അള്ളാഹു കബൂലാക്കട്ടെ. നിലമ്പൂർ മജ്മഅന്റെ പരിസരത്ത് 20 പഞ്ചായത്തുകളാണ് നമ്മളെ പ്രവർത്തന ഏരിയ. ആ ഏരിയയിൽ, നമ്മളെ എസ്റ്റേറ്റ് ഏരിയകളിലൊക്കെ 150, 200, 250 ഇങ്ങനെ ആളുകൾ നിസ്കരിക്കുന്ന പള്ളി, 100 പള്ളി ഉണ്ടാക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തു. അൽഹംദുലില്ലാഹ് 94 പൂർത്തിയായി. 2 പള്ളിയുടെ പണി ഇപ്പം നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് 40ാം വാർഷികമാകുമ്പോഴേക്കും 100 പൂർത്തിയാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
അള്ളാഹു തൗഫീഖ് നൽകുമാറാവണം. നമ്മുടെ ഇവിടെ അബുദാബിയിൽ കുറേ കാലം ഉണ്ടായിരുന്ന ആളാണ് നമ്മുടെ ഉണ്ണിയാലി ഹാജി. അദ്ദേഹം ഇപ്പം നമ്മൾ ലത്തീഫാദി ചോദിച്ചോളൂ. ഉണ്ണിയാലി ഹാജി എന്നാണ് നമ്മുടെ മജ്മഅയിൽ വന്നത്. അദ്ദേഹം ദുഹർ നിസ്കാരത്തിന് പള്ളിയിൽ ഇങ്ങനെ കൂടിയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഇങ്ങനെ കണ്ണുനീര്. അപ്പം എന്താന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു, ആചാര്യ എന്തേ? അപ്പൊ പറഞ്ഞു, നിങ്ങൾ ആദ്യമായിട്ട് 90കളിൽ ആദ്യമായിട്ട് നിങ്ങൾ ഈ സ്ഥാപനത്തിന് ഭൂമി എടുത്തിട്ട് അതിനു വേണ്ടി നിങ്ങൾ അബുദാബിയിൽ വന്നപ്പോൾ 1 സെന്റ് സ്ഥലത്തിന് 60 ദിർഹംസ്. ഇവിടെ ഇപ്പം അത് ഓർമ്മ ഉള്ളത് ഒന്ന് കബീറുലിയാനാണ്. 1 സെന്റ് സ്ഥലത്തിന് 60 ദിർഹംസ്. അപ്പം ഞാൻ അന്ന് 5 സെന്റ് സ്ഥലത്തിന്റെ പൈസ തന്നു. പള്ളി നിൽക്കുന്ന സ്ഥലത്തേക്കാണ് എൻ്റെ പൈസ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഈ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കൂടിയപ്പോൾ എൻ്റെ ഗൾഫിലെ ജീവിതത്തിൽ ഇതെനിക്കൊരു സമ്പാദ്യമായല്ലോ. സുബ്ഹാനല്ലാഹ്. ഓർത്തു നോക്കണം നിങ്ങൾ. നമ്മളൊരു 60 ഉറുപ്പ കൊടുത്തിട്ട് അവർ നമ്മൾ കൊടുക്കുന്നിടത്ത് നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് അള്ളാഹു എന്നെ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നിലമ്പൂരിലെ മജ്മഅ എന്ന സ്ഥാപനം 35 കൊല്ലം കൊണ്ട് 2000 കുട്ടികൾ ആ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കി. ഇപ്പോ നമ്മൾ ഈ ഉണ്ടാക്കിയ പള്ളികളിൽ മുഴുവനും സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിരിക്കുന്ന കുട്ടികൾ, അവിടെ ഇമാമ്, അവിടെ ഖതീബ്, അവിടെ സദർ ഉസ്താദ്, നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച കുട്ടികൾ തന്നെ അവിടെയൊക്കെ അൽഹംദുലില്ലാഹ്. ആ പള്ളികളിൽ ഒരു 70ഓളം പള്ളികൾ ജുമഅയുള്ള പള്ളികളാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നിങ്ങൾ ഒരു കാലത്ത് ആ സ്ഥാപനത്തെ ആരൊക്കെ സഹായിച്ചോ ആർക്കും വെറുതെ ആകൂല. അള്ളാഹു എന്നെ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഇപ്പൊ 2000 കുട്ടികൾ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്, 10 സ്ഥാപനങ്ങൾ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു എന്നെ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഞാൻ ഇത് പൂർത്തീകരിക്കട്ടെ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാത്ത്, നിങ്ങളെ ഈ ദുനിയാവിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ട്. ഒന്ന് അത്തീബ്, സുഗന്ധദ്രവ്യങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. അന്നിസാ, സ്ത്രീകളെ കുഴിച്ചു മൂടുന്ന കാലം, സ്ത്രീ ജനിച്ചാൽ അപമാനമായ കാലം. സുബ്ഹാനല്ലാഹ്. ഗർഭിണികൾ ഗർഭകാലത്ത് പെണ്ണുങ്ങൾ കടന്ന് വിഷമിക്കുന്ന കാലം. എന്തുകൊണ്ട്? പടച്ചോനെ, അഥവാ പ്രസവിക്കുന്നത് പെൺകുട്ടിയായി പോയാൽ ആ പെണ്ണ് പ്രസവിച്ച ഉടനെ തന്നെ ആ പെണ്ണിനെ കുഴിയിലേക്ക് തട്ടിമാറ്റുന്ന ചോര പൈതലിനെ കുഴിയിൽ കുഴിച്ചു മൂടുന്നത് ഓർത്തിട്ട് ഒരു ഗർഭിണിയും മനസ്സുകൊണ്ട് വിഷമിക്കാത്തത് ഇല്ലാത്ത ഒരു കാലം. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, സ്ത്രീകളോട് എനിക്ക് സന്തോഷമാണെന്ന് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സന്തോഷം രേഖപ്പെടുത്തി. കണ്ടോ നിങ്ങൾ? ഓർത്തു നോക്കൂ നിങ്ങൾ. പെൺകുട്ടികൾ ജനിക്കുന്നത് ബറക്കത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. 2 പെൺകുട്ടികളെയോ 3 പെൺകുട്ടികളെയോ പോറ്റി വളർത്തി ആ പെൺകുട്ടികൾക്ക് നല്ലൊരു കുടുംബ ജീവിതം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ എന്നോട് കൂടെ ഇരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണ് റസൂലുള്ളാഹി തങ്ങൾ അന്നിസാ, ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ഏതാണ്? സ്ത്രീകളോട് എനിക്ക് സന്തോഷമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. 3-മത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വജുഇലത്ത് ഖുറത്തു ഐനി ഫിസ്സലാഹ്, വജുഇലത്ത് ഖുറത്തു ഐനി ഫിസ്സലാഹ്. എനിക്ക് 3-മത്തെ കാര്യം എന്താണ്? ഇതൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സമാധാനിപ്പിക്കുന്നത്, സന്തോഷിപ്പിക്കുന്നത് ഞാൻ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും സന്തോഷമുള്ളത് നിസ്കാരമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വജുഇലത്ത് ഖുറത്തു ഐനി ഫിസ്സലാഹ്. 3 കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും ആയപ്പോൾ അപ്പോഴാണ് സയ്യിദുനാ മലക്ക് ജിബ്രീൽ ഫഹളറ ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം കഥാ മജ്ലിസിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയേ, ഹുബ്ബിബ ഇലയ്യ മിനദ് ദുനിയാ സലാസ്, ഭൂമിയിൽ എനിക്കും ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ട്. ഭൂമിയിൽ എനിക്കും ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ട്. ഏതാണ് ആ 3 കാര്യം? അദാഉൽ അമാന, അമാനത്തുകളെ കൃത്യമായി പൂർത്തിയാക്കുക. വിശ്വസിച്ച് ഒരു കാര്യം ഒരാളെ ഏൽപ്പിച്ചാൽ അത് കൃത്യമായിട്ട് പൂർത്തീകരിക്കണം. കടം വാങ്ങിയാൽ കൃത്യമായി കടം വീട്ടണം. വാഗ്ദത്തം ചെയ്താൽ വാഗ്ദത്തം പൂർത്തിയാക്കണം. നമ്മുടെ കയ്യിൽ ഒരാളൊരു സാധനം തന്നു, ഇത് നീ പോകുമ്പോ ഒന്ന് മുസഫീർ അയാളെടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. നമ്മൾ പോകുമ്പോ ഒന്ന് തുറന്നു നോക്കി എത്ര ഉണ്ട്. അപ്പം നോക്കുമ്പോ 1000 ഉണ്ട്. മറ്റേ ആളെ പറ്റി നമ്മളിങ്ങനെ ചിന്തിച്ചു, അയാൾക്ക് ഇപ്പൊ 1000-ന് അർജന്റ് ഉണ്ടാവും. എനിക്കാണിച്ചപ്പം ഇന്നൊരു 1000-ന്റെ അത്യാവശ്യമുണ്ട്, നാളെ കൊടുത്താലും പോരെ.
മൂപ്പരിങ്ങനെ തിരിഞ്ഞു പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങനെയാണ് പോയിട്ട് അന്ന് 1000 കൊടുത്തോ കൊടുക്കാൻ പറ്റിയില്ല. പിറ്റേന്ന് കൊടുക്കാൻ പോകുമ്പോൾ ചിലവായത് തിരിച്ച് കിട്ടിയതുമില്ല. അതിന്റെ പിറ്റേന്ന് ഏപ്പത്തിന് തരാന്ന് പറഞ്ഞ ഞങ്ങളുടെ ഓൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതുമില്ല. ഇനിയിപ്പോൾ ഇയാൾ എന്ത് വിചാരിച്ചു, ഏതായാലും വൈകിയില്ലേ ഇനിയിപ്പോൾ എന്താ കൊടുത്തിട്ട് പിന്നെ ആ പൈസ കിട്ടിയോ? എത്ര ആളുണ്ട് ഇവിടെ കിട്ടാതെ നിൽക്കണത്. ഇവിടെ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു, ഉസ്താദേ ഒരു വലിയ സംഖ്യ കിട്ടിയാണ്ട് അത് കിട്ടിയാൽ നിങ്ങളെ സ്ഥാപനത്തിന് ഞാൻ തരാറുണ്ട്. അതിപ്പോ കിട്ടിയെങ്കിൽ കിട്ടിയെന്നുള്ളൂ. അള്ളാഹു തആല സ്ഥാപനത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു കൊടുക്കട്ടെ വേഗത്തിൽ. അള്ളാഹു റബ്ബി ചെറുതും വലുതും ഇല്ലേ പണ്ടൊക്കെ നാട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ ട്രങ്ക് കോള് ബുക്ക് ചെയ്തിട്ട് അതിലാണ് പിന്നെ വിളിക്കുക. ഇവിടുന്നാണ് പോകുമ്പോൾ കുടുംബത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം കൊടുത്തു. ഒരു 10,000 റുപ്യ നാട്ടിൽ കൊടുക്കാൻ പറഞ്ഞ് നാട്ടിൽ പോണവൻ്റെ അടുത്ത് കൊടുത്തു. ഓം പോയി അവിടെ എത്തി ഒരാഴ്ചയായിട്ടും കൊടുക്കണില്ല, 2 ആഴ്ചയായിട്ടും കൊടുക്കണില്ല. അതിൽ പിന്നെ ഇവിടുന്ന് ഈ ട്രങ്ക് കൊടുക്കാൻ പണ്ട് അങ്ങനെയല്ല, ഇങ്ങനൊക്കെ നടന്ന് തിരിച്ചിട്ട് ആരോ എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ചിൽ അടുക്കുക. എന്നിട്ട് ഓലാണ് കണക്ഷൻ കൊടുത്തിട്ടാണ് പിന്നെ എന്താക്കല്. അപ്പൊ ഇവനോട് എന്തൊക്കെ വിശേഷം, നാട്ടിലെത്തിയില്ലേ? എന്താ കുടുംബത്തിലൊക്കെ റാഹത്ത് തന്നെ. പിന്നെ ആ പൈസ അല്ല ആ പൈസ അത് കേൾക്കണില്ലല്ലോ. അല്ല പൈസന്റെ കാര്യം എന്തായി? തീരെ സൗണ്ട് ഇല്ല കേട്ടോ. അപ്പൊ ഈ എക്സ്ചേഞ്ചിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഞാൻ കേൾക്കണല്ലോ, നജ്ജാൻ കൊടുത്തളാ. അല്ലാഹു റബ്ബി, അത് കേൾക്കണല്ലേ കൊടുക്കേണ്ടോളൂ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. ഞാൻ ബുഖാരിയിലുണ്ടോന്നും ചോദിക്കണ്ട, അതൊക്കെ അമ്മാമാന്റെ ഹദീസാണ്. അല്ലാഹു തആല നമുക്ക് ഖൈർ തരട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ മലക്ക് ജിബ്രീൽ അദാ ഉൽ അമാന. മലക്ക് ജിബ്രീൽ ആരാണ്? ജിബ്രീൽ അൽ അമീൻ ഇല്ലേ? വഹി ഏൽപ്പിക്കപ്പെട്ട മഹാനാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അദാ ഉൽ അമാന. രണ്ടാമത്തെ കാര്യം ഏതാണ്? വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചാൽ അത് പൂർത്തീകരിക്കണം, ചതിക്കരുത്. ഒരു രഹസ്യം പറഞ്ഞാൽ രഹസ്യമായിട്ട് വെക്കണം. നിങ്ങളോട് ഞാനൊരു സ്വകാര്യം പറഞ്ഞു, വേറെ ആരോടും പറയരുത്. ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, എല്ലാവരോടും പോയി പറയും. ആരോടും പറയണ്ട കേട്ടോ, ഞാൻ എന്നോടായിട്ട് പറഞ്ഞതാണ്, എല്ലാവരോടും അതെന്നെ പറയും. ഒരു വിശ്വസിച്ചൊരു സ്വകാര്യം പറഞ്ഞാൽ അതൊരു അമാനത്താണ്. ഒരു വിശ്വസിച്ചൊരു കാര്യം ചെയ്താൽ അമാനത്താണ്. അമാനത്ത് പൂർത്തീകരിക്കുക. 2 ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കുക. നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് ഞാൻ റസൂലുള്ളാഹിന്റെ ഒരു സംഭവം അങ്ങനെ വായിക്കണ സമയത്ത് അതിൽ കണ്ടു. അല്ലാഹു റബ്ബി മദീനത്ത് റസൂലുള്ള രോഗം സന്ദർശിക്കാൻ വേണ്ടി വീടുകളിൽ കൂടെ അങ്ങനെ പോകാൻ. എങ്ങനെ? അഖ്സൽ മദീന. അങ്ങനെ തന്നെയാണ് ഹദീസിന്റെ ഭാഷ. അഖ്സൽ മദീന, മദീനയുടെ അങ്ങേ അറ്റത്ത് ഒറ്റക്ക് താമസിക്കുന്ന ഒരാളുണ്ട്. അവിടേക്ക് പോകണമെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അദ്ദേഹത്തിന് രോഗമാണെന്ന് കേട്ടാൽ നബി മുഹമ്മദ് മുസ്തഫ ഇയാദത്തുൽ മരീദ്, രോഗ സന്ദർശനം, അത് വല്ലാത്ത പ്രതിഫലമുള്ള കാര്യമാണ്. മൂന്നാമത്തെ കാര്യം സയ്യിദുനാ മലക്ക് ജിബ്രീൽ തതാബുൽ ജനാസ.